ലൈവിൽ സിജോയും അർജുനും വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എവിക്ഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ ഉപദേശിക്കുകയാണ് സിജോ. സംഭവം അതാണ്. അവിടെ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, ശ്രീജുൻ കോംബോ. അത് തന്നെയാണ് അവിടുത്തെ വിഷയം. ശ്രീതുവും അർജുനുമായിട്ടുള്ള കോംബോ അത് ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. അത് സിജോയും സായും കഴിഞ്ഞ ദിവസം രാത്രി അത് കുറെ നേരം ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് അർജുന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുനോട് ആ കോംബോ നിനക്കത്ര ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ജാസ്മിനും ഗബ്രിക്കും സംഭവിച്ചതുപോലെ അതുപോലെ നിങ്ങൾക്കിടയിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് ഇഷ്ടപ്പെടുന്ന കോംബോ ഫാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കും. വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്, ആരാണ് പുറത്തു പോകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാത്തൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് നിന്നിലേക്ക് വോട്ട് കൂടുതൽ വരും എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശ്രീതു പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, നീയാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിന്നിലേക്ക് എത്തും തന്നെ എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അത് മറിച്ചും തിരിച്ചൊക്കെ സംഭവിക്കാം. സിജോ പറയുന്നുണ്ട്, ബിഗ് ബോസിലെ ഒരു 70 ദിവസം കഴിഞ്ഞാൽ 70 to 77 ആ ഒരു സമയത്ത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് സാധാരണയാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ആ സീസണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വിഷ്ണു പുറത്തു പോയതുപോലെ അതാണ് സിജോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് സിജോ പറയുന്നത്. ഇപ്പൊ നോമിനേഷനിൽ വന്നിട്ടുള്ള ആളുകളിൽ ഇപ്പൊ ഋഷിയുണ്ട്, അഭിഷേക് ഉണ്ട്, അർജുനുണ്ട്. ഇവർ വന്നതിൽ ഇതിലെ ഋഷിയുടെ മുഖം എന്ന് പറയുന്നത് പുറത്ത് നല്ല പരിചയമുള്ള മുഖമാണ്, കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ശരിയാണ്, അഭിഷേകും ഞാനും മാത്രമായിരിക്കും ഇവിടുത്തെ ന്യൂ ഫേസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഋഷിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവനേക്കാൾ താഴെ നിൽക്കാനാണ് ചാൻസ് കൂടുതലെന്ന് അർജുൻ പറയുന്നുണ്ട്. എന്നിട്ട് സിജോയും അർജുനും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഗെയിമിന്റെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഋഷി ഒന്നുമല്ല, ഋഷിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഋഷിക്ക് വോട്ട് വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഋഷി എന്നുള്ളത് കൊണ്ട് ആ ഒരു ഇതിൽ വോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് സിജോയും അർജുനും ചേർന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോയും അർജുനും തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഗെയിമാണ് നോക്കുന്നതെങ്കിൽ നല്ല ഗെയിമേഴ്സ് പുറത്തു പോയിട്ടുണ്ട്, ഇവിടെ ഗെയിം കളിക്കാത്തവർ അകത്തും നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല എന്നൊരു കൺക്ലൂഷനിലും അവരെത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിജോ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മമ്മി വന്നു പോയതിനു ശേഷം ശ്രീധുവിലുണ്ടായ മാറ്റാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അവള് ബാക്കോട്ട് അടിച്ച കാര്യം, അവള് എന്തായാലും ബാക്കോട്ട് അടിച്ചിരുന്നു എന്നുള്ള കാര്യം 100% ഷുവർ ആണ് എന്ന് അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ നിനക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ശ്രീധുവിലേക്ക് കൂടുതൽ വോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ പെട്ടുപോകും എന്നൊരു കാര്യവും അവിടെ അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ഞാൻ കരുതുന്നത് എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും സ്വന്തമായി ഒരു വോട്ടിംഗ് ബേസ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ട്, അതുണ്ടാവും, തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അവിടെ കോംബോ ഫാൻസ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കേ ആ ഒരു വോട്ട് കിട്ടുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പ്ലിറ്റപ്പ് വരുന്ന സമയത്ത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അർജുനെ സൂക്ഷിച്ചോളൂ എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അർജുനോട് പറയുന്നുണ്ട്, ഞാൻ അവള് അടുത്ത് ചോദിച്ചിരുന്നു മമ്മി വന്നു പോയതിന് ശേഷം, നിനക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ, മമ്മി ഞാനുമായിട്ട് അകലം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്റെ മനസ്സിൽ നീ നിന്നും നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, നീ മാറി നിന്നോ എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ എനിക്ക് അതിന് മറുപടി തന്നില്ല, ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് അർജുൻ പറയുന്നുണ്ട്. എന്തായാലും സിജോയുടെ ഉപദേശം അർജുന്റെ അടുത്താണ്. അർജുന്റെ അടുത്ത് ആ കോംബോ ഒന്ന് മാറ്റിപ്പിടിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ചിലപ്പോൾ മാത്രമേ എവിക്ഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ 3 ആൾ വരെ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗേൾസ് മാത്രമായിട്ട് പുറത്തു പോവില്ല, ഒരു ബോയെങ്കിലും പുറത്തു പോവും, ആണെങ്കിലും പുറത്തു പോവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണ് പോവുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ വന്നു പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കാനാണ് അവിടെ സിജോ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്.